ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആഷിടെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും കമ്പ്യൂട്ടറിൽ വീഡിയോ ഗെയിം ഒക്കെ കളിക്കുന്നവരാണ്. അപ്പോൾ വീഡിയോ ഗെയിം നമ്മൾ കളിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കീബോർഡ് മേലാണ് കളിക്കാറ്. കീബോർഡ് മേലല്ലാതെ വലിയ പൈസ ഒക്കെ കൊടുത്താൽ നമുക്ക് സ്റ്റാറിംഗ് മേലൊക്കെ കളിക്കാൻ പറ്റും. അപ്പോൾ അതുപോലത്തെ സ്റ്റാറിംഗ് ഒരു മൗസ് ഉപയോഗിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്നതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. ഫ്രണ്ട്സ്, ഏതായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കോണും കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അതായത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു പെട്ടി എടുത്തിട്ടുണ്ട്. ഇതൊരു സീലിംഗ് ഫാനിൻ്റെ പെട്ടിയാണ്. പിന്നെ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ആ മുകൾ ഭാഗം നമുക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ ഞാനൊരു പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീട്ടിലുള്ള ഒരു പൈപ്പാണ്, സാധാരണ പൈപ്പാണ്. നിങ്ങൾക്ക് PVC പൈപ്പ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കനം കുറഞ്ഞ സാധനമാകുമ്പം അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ പെട്ടിയുടെ ഈ മുൻഭാഗത്തായിട്ട് ഈ പൈപ്പ് കയറാൻ കഴിയുന്ന രീതിയിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ബാക്ക് ഭാഗത്ത് കുറച്ച് അടിയിലായിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം. അതിൻ്റെ ഈ പൈപ്പ് കയറാൻ രീതിയിലുള്ള ഹോൾ തന്നെ വേണം കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ രണ്ട് ഭാഗത്തും ഈ പൈപ്പ് കയറാൻ രീതിയിലുള്ള ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൈപ്പ് ഒന്ന് ഇതിൽ കൂടെ ഒന്ന് കയറ്റി വെക്കാം. ഇതിങ്ങനെ ചെരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയാണ് കേട്ടോ ഒന്ന് മുകൾ ഭാഗത്തും ഒന്ന് അടിഭാഗത്തുമായിട്ടും ഹോളിട്ടത്. ഫ്രണ്ട്സ്, ഇനി ഞാനൊരു ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ഈ പൈപ്പ് അടിക്ക് മുകളിലേക്കൊന്ന് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് ഒട്ടിച്ച് വെക്കാം. അങ്ങനെ നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കാര്യമായിട്ട് ആവശ്യമുള്ളത് ഒരു മൗസാണ് കേട്ടോ. അതുപോലെ തന്നെ രണ്ട് കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ അറ്റം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഈ മൗസിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇത് ഒട്ടിച്ച് വെക്കുമ്പോൾ ഈ സെൻസറിന്മേൽ തട്ടാത്ത രീതിയിലാക്കും. അപ്പോൾ ഈ സെൻസർ പുറത്തേക്ക് കാണുന്ന രീതിയിൽ തന്നെ വെക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് ഞാൻ അതൊന്ന് ഒട്ടിച്ചേക്കാം. അങ്ങനെ നമ്മളത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ മൗസ് ഈ പൈപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ഈ സെൻസർ ഈ പൈപ്പ് മേൽ തട്ടിയില്ല എന്നുള്ള രീതിയിൽ തന്നെ ഒട്ടിച്ച് വെക്കണം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമ്മളെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റാറിങ് സെറ്റ് ചെയ്യലാണ്. ഫ്രണ്ട്സ്, ഇതിന് ഞാൻ സ്റ്റാറിങ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ബക്കറ്റിൻ്റെ മൂടിയാണ്. എൻ്റെ നടുഭാഗമൊക്കെ ഞാൻ ഈ പൈപ്പ് കയറ്റി വെക്കാൻ വേണ്ടിയിട്ടൊരു ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിന്മേലൊന്ന് വെച്ച് വെക്കാം. അപ്പോൾ ഇത് കുറച്ച് ലൂസാണ്. അപ്പോൾ ഇത് ലൂസായതുകൊണ്ട് നമുക്ക് ഇതിന്മേൽ കാർഡ്ബോർഡിൻ്റെ പീസൊന്ന് ചുറ്റി കൊടുക്കാം.
അങ്ങനെ നമ്മളിത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സ്റ്റാറിങ് ഇതിമേലൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ സ്റ്റാറിങ്ങൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ലൂസായി പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് പശ ഒട്ടിച്ചു. അങ്ങനെ നമ്മൾ പശ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഏതായാലും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിതിന് ആക്സിലേറ്ററും ബ്രേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഇപ്പോൾ തന്നെ വിടണമാണ് കേട്ടോ.